നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദി മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി കാസ്റ്റ് അയൺ പൈപ്പ്. അപ്പോൾ ഇവിടെയും എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? സിഗ്മ മാക്സിമം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കാസ്റ്റ് അയൺ പൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 40 mm ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ 20 mm. അപ്പം എക്സ്റ്റേണൽ ഡയമീറ്ററും തന്നിട്ടുണ്ട്, ഇൻറ്റേർണൽ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ഹോളോ ആണ്. അപ്പോൾ അതിൻ്റെ പടം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒരു എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ട്. അതായത് ഇപ്പം ഇതാണ് നമ്മൾ പൈപ്പ് എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് വേറൊരു മെറ്റീരിയൽ ഉണ്ട്. സോ ഇത് എക്സ്റ്റേണൽ ഡയമീറ്റർ, ഇത് അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ. ഈ രണ്ട് ഡയമീറ്റേഴ്സാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. ഇത് ഡി എക്സ്റ്റേണൽ, ഇത് ഡി ഇൻറ്റേർണൽ, രണ്ട് ഡയമീറ്ററാണ് തന്നിരിക്കുന്നത്. എക്സ്റ്റേണൽ ഡയമീറ്റർ ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ ആൻഡ് ലെങ്ത് 4 മീറ്റർ. ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇതാണ് ബി പൈപ്പെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് 4 meters ആണ് തന്നിട്ടുണ്ട്. വെൻ ദി പൈപ്പ് ഈ സപ്പോർട്ടഡ് അറ്റ് ഇറ്റ് എൻഡ്സ്, എൻഡ്സിൽ എന്തുണ്ട്? സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് എൻഡ്സ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആൻഡ് ക്യാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് 80 kN അറ്റ് ഇറ്റ് സെൻറ്റർ. സപ്പോർട്ടിങ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ എന്താണ്? ഒരു 80 N ലോഡും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പടം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ഒരു കാസ്റ്റ് അയൺ പൈപ്പ് വരയ്ക്കുക. അതിന് രണ്ട് ഡയമീറ്റർ ഉണ്ടെന്ന് പറയുമ്പം ഒരു എക്സ്റ്റേണൽ ഡയമീറ്ററും കാണിക്കുക, ഒരു ഇൻറ്റേർണൽ ഡയമീറ്ററും കാണിക്കുക. എൻ്റെ ക്രോസ് സെക്ഷൻ വരച്ചാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. പുറത്തൊരു ഇൻറ്റേർണൽ ഹോളോ ആയിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഹോളോ ടൈപ്പ്, ഇതിനെയാണ് എന്താ ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ഡയമീറ്റർ, ഇൻറ്റേർണൽ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് എൻഡ്സും സിംപ്ലി സപ്പോർട്ടിംഗ് ആണ്. സോ ഇതെന്തായിരിക്കും? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും വിത്ത് എ ലോഡ് അറ്റ് ദി സെൻറ്റർ. 80 N ലോഡ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്ത് എഴുതിയാൽ നമുക്കറിയാം ഡയമീറ്ററിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡയമീറ്റർ ഡി എന്നാണ്. സോ ഡി എക്സ്റ്റേണലിനെ DEX എന്ന് വിളിച്ചു. അത് 40 mm എന്ന് തന്നിട്ടുണ്ട്. ഡി ഇൻറ്റേർണൽ എത്രയാണ്? 20 mm എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് 4 meter എന്നാണ് ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് L is equal to 4 into മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ into 10⁻³ mm. 4 into 10⁻³ mm. പിന്നെ ലോഡ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ലോഡ് 80 N ആണ്, kN അല്ല, 80 N അറ്റ് ദി സെൻറ്ററുമാണ് തന്നിരിക്കുന്നത്. ലോഡ് P എന്ന് വിളിച്ചാൽ ലോഡ് P is equal to 80 N അറ്റ് ദി സെൻറ്റർ. അപ്പോൾ ഇതാണ് ഫിഗറും വരയ്ക്കുക. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എഴുതി നോക്കുക. M/I is equal to σ/y is equal to E/R. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിട്ടില്ല, അപ്പോൾ ഈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 6 റേഡിയസും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല. സോ അതുകൊണ്ട് അത് എന്ത് ചെയ്യാം? നമുക്ക് ഇഗ്നോർ ചെയ്യാം. ബാക്കി നെക്സ്റ്റ് രണ്ട് ടേംസ് നോക്കിയാൽ മതി. M/I is equal to σ/y is equal to E/R. അപ്പോൾ സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? M വേണം, I വേണം, Y വേണം. എങ്കിൽ മാത്രം നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ മാക്സിമം is equal to I/Y into Y മാക്സിമം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മൊമെൻറ്റ് M കണ്ടുപിടിക്കണം. മൊമെൻറ്റ് M എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് ഇത് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടിങ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദി സെൻറ്റർ. അപ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് WL/4. അത് നമുക്കറിയാം ആ ഇക്വേഷൻ. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദി സെൻറ്റർ. പോയിന്റ് ലോഡ് അറ്റ് ദി സെൻറ്ററിലുള്ള ഒരു സെൻറ്ററിലായിരിക്കണം. അതായത് ഇതാണിപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലാണ് ലോഡെങ്കിൽ